വാഴക്കോട് ബേപ്പൂരിൽ പി.വി. അൻവർ വേണ്ടെന്ന് ഫ്ലക്സ് ബോർഡുകൾ. UDF അസോസിയേറ്റ് കക്ഷിയാക്കിയതിന് പിന്നാലെയാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. ബേപ്പൂർ അരക്കിണർ പ്രദേശത്താണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. നേരത്തെ അൻവർ ബേപ്പൂരിൽ മത്സരിക്കണമെന്നാവശ്യപ്പെട്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, എന്താണ് പോസ്റ്ററിൽ ആവശ്യമുന്നയിക്കുന്നത്? പി.വി. അൻവർ LDF വിട്ടതിനു പിന്നാലെ തന്നെ നടത്തിയ പ്രഖ്യാപനത്തിൽ ഈ ബേപ്പൂരിലെത്തി മന്ത്രി റിയാസിനെതിരെ മത്സരിക്കുമെന്ന ചില സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. മരുമോനിസത്തെ നേരിടാൻ ബേപ്പൂരിൽ താൻ മത്സരിക്കാനെത്തും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം, അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതിന് പിന്നാലെയാണ് പിന്നീട് അൻവറിന്റെ UDF പ്രവേശനം സാധ്യമായത്. UDFന്റെ അസോസിയേറ്റ് ഘടകകക്ഷിയായിട്ട് അൻവറിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ ബേപ്പൂർ മണ്ഡലത്തിൽ എമ്പാടും ഈ രീതിയിൽ അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ അതിനിടെയാണ് ഇപ്പോൾ അൻവറിനെ വേണ്ട എന്നുള്ള തരത്തിൽ കൂടി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ആരാണ് സ്ഥാപിച്ചതെന്ന കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിൽ കൂടി പി.വി. അൻവറിനെ ബേപ്പൂർ മണ്ഡലത്തിൽ വേണ്ട എന്നുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ പി.വി. അൻവറിനെ എതിരായിക്കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് ബേപ്പൂർ മണ്ഡലത്തിൽ അരക്കിണർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ടത്. ആരാണ് സ്ഥാപിച്ചതെന്ന കാര്യത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിൽ തന്നെ ഉള്ള ആളുകളാണോ അല്ലെങ്കിൽ CPM അനുഭാവികളാണോ ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതെന്ന കാര്യത്തിലൊന്നും തന്നെ ഇപ്പോൾ ഒരു കൃത്യത ഉണ്ടായിട്ടില്ല. എങ്കിൽ കൂടി അൻവറിനെ വേണ്ട എന്നുള്ള തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഇന്ന് രാവിലെയാണ് ബേപ്പൂർ അരക്കിണർ പ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ടത്. നേരത്തെ അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമോ എന്ന തരത്തിൽ സൂചനകളൊക്കെ തന്നെ അൻവറിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ UDF ചില ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനിടെ അൻവറിനെ സ്വാഗതം ചെയ്തുള്ള ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അൻവറിനെ വേണ്ട എന്ന് പറയുന്ന ഒരു ഫ്ലെക്സ് കൂടി ബേപ്പൂർ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ബേപ്പൂരിൽ അരക്കിണർ എന്ന പ്രദേശത്ത് ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ടത്. ദിവ്യ.